ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. നമുക്കിന്ന് ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണത്. ഫ്രിഡ്ജിൽ വെച്ച് ചെമ്മീൻ എടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കത് ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇടുക. പച്ചമുളക് ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെയും കരിവേപ്പിലിൻ്റെയും ഒരു പച്ചച്ചുവ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സവാള ഇടാം കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാള എടുത്ത് പിന്നെ ആ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി, വേറെ ഉപ്പൊന്നും ഇടണ്ട. കുറച്ച് ഉപ്പും ഇട്ട് നമുക്കിത് ഇളക്കിയിട്ട് മൂടി വെക്കാം. പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. പറ്റ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അങ്ങനെ സവാള നല്ല വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മീഡിയം തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി, രണ്ടും കൂടെ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. എടുത്ത് അതും എല്ലാം ആഡ് ചെയ്ത് നല്ലൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ, തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എല്ലാവരും കമൻറ്റ് പറയണേ. ഇളക്കി കൊടുത്ത് നമുക്കത് ആയിട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് മല്ലിച്ചപ്പ് ഇടാം. ഞാൻ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വീട്ടിലുണ്ടാവണ ആ ഊട്ടി ചപ്പില്ലേ, അതാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഫ്രൈ ആയ ചെമ്മീനായതുകൊണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്.